Dear students, അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് സെഗ്മെന്റിൽ പഠിക്കാൻ പോകുന്നത് 180 ഡിഗ്രി ഹാഫ് സർക്കിൾ സ്കർട്ട് ആണ്. അപ്പോൾ 180 ഡിഗ്രി സർക്കിൾ സ്കർട്ടിനെ നമ്മൾ ഹാഫ് സർക്കിൾ എന്നും കൂടെ പറയും. അതായത് ഒരു സർക്കിളിന്റെ ഹാഫ് പകുതി വരുന്നത് 180 ഡിഗ്രി ആണ്. നമ്മൾ നേരത്തെ 90 ഡിഗ്രിയുടെ കണ്ടിരുന്നു. അതുപോലെ അത് ക്വാർട്ടർ ആയിരുന്നു, 1/4 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു സർക്കിളിന്റെ പകുതി ഭാഗം എത്തുമ്പോൾ അതിക്കുമ്പോൾ അതിന്റെ ആംഗിൾ വരുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് 180 ഡിഗ്രി അല്ലെങ്കിൽ ഹാഫ് സർക്കിൾ സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഫോർമുല നമ്മൾ 90 ഡിഗ്രിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇതിൽ വരുന്ന വ്യത്യാസം പൈയിൽ വരുന്ന വേരിയേഷൻ ആണ്. മനസ്സിലായോ? നമ്മൾ 180 ഡിഗ്രിയുടെ റേഡിയസ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് വേസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ പൈ എന്നാണ്. നേരത്തെ ഹാഫ് പൈ ആയിരുന്നു, ഇവിടെ ഒരു പൈ ഫുൾ ആണ് കേട്ടോ. ഒരു പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമ്മളുടെ ഈ റേഡിയസ്, നമ്മുടെ വേസ്റ്റ് അളവിന്റെ റേഡിയസ് കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് വേസ്റ്റ് അളവിനെ ബൈ 3/14 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ 3/14 എന്നത് ഫിക്സഡ് നമ്പർ ആണ്, അത് കോൺസ്റ്റന്റ് ആണ്, അത് മാറത്തേ ഇല്ല കേട്ടോ. നമ്മുടെ വേസ്റ്റ് അളവ് മാത്രമേ മാറുള്ളൂ. ഈ നമ്മൾ ഡിവൈഡ് ചെയ്യപ്പെടുന്ന 3.14 എന്ന ഈ ഡിജിറ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നതല്ല 180 ഡിഗ്രി സർക്കിൾ സ്കേർട്ടിൽ. മനസ്സിലായോ? ഇനി അടുത്ത അതിന്റെ സ്കേർട്ട് ലെങ്ത്തിന്റെ ഫോർമുലയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഫുൾ ലെങ്ത്തിൽ നിന്ന് ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കുക, അതിന്റെ കൂടെ 1 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യുക. ഇനി ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്കേർട്ടിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ റേഡിയസ് കൂടി ആഡ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ റേഡിയസ് ഉണ്ടല്ലോ അത് കൂടെ ആഡ് ചെയ്യുക. അതിലൂടെ 2 ഇഞ്ച് എക്സസ് ഇടുക. കാരണം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത് തികയാതിരിക്കുമോ അതല്ലെങ്കിൽ അസിമെട്രിക്കലായിട്ട് എന്തെങ്കിലും വന്നാൽ അതില്ലാതാക്കാനാണ് ഒരു 2 ഇഞ്ച് എക്സസ് ഇടാൻ പറയുന്നത്. 1 ഇഞ്ച് ഇട്ടാലും മതി കേട്ടോ, നിർബന്ധമല്ല 2 ഇഞ്ച് എന്നുള്ളത്. അത് വേണമെങ്കിൽ 1 ഇഞ്ച് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്തത് അതിനെ ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാണ് ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാൻഡ്സ് ഫോർ 2 ഫോൾഡിങ്സ്. അതായത് തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 180 ഡിഗ്രി സർക്കിൾ സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. 90 ഡിഗ്രി സ്കേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, നമ്മളത് ഒരു സിംഗിൾ ലെയറിൽ ഇട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മൾട്ടിപ്ലിക്കേഷൻ, തുണിയുടെ കാൽക്കുലേഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ തുണി രണ്ടായി മടക്കിയിടുന്നത് കൊണ്ടാണ് നമ്മൾ 2 എന്ന നമ്പർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഫാബ്രിക് എത്ര വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 180 ഡിഗ്രി, അതായത് നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ടുള്ള മെഷർമെന്റ് 20 സെന്റിമീറ്ററും ലെങ്ത് 22 സെന്റിമീറ്ററുമാണ്. ഈ കാൽക്കുലേഷനിൽ 180 ഡിഗ്രി അഥവാ ഹാഫ് സർക്കിൾ സ്കേർട്ടിന്റെ വേസ്റ്റ് മെഷർമെന്റ് നമ്മൾ വേസ്റ്റിന്റെ റേഡിയസ് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 20 സെന്റിമീറ്ററിന് 6.37 ആണ്. ഓക്കെ, തുണി 2 ഫോൾഡിലാണ് നമ്മൾ ഇടേണ്ടത്. അതിൽ ലെങ്ത് വേണ്ടത് 21.5 ആണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന് എത്ര തുണി വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫോർമുലയിൽ പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു? 22 ആയിരുന്നു. റേഡിയസ് പറയുന്നത് 6.37 ആണ്. 22 പ്ലസ് 6.37 പ്ലസ് എനിക്കൊരു 1 ഇഞ്ചൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്ന റിസൾട്ട് 29.37 എന്നാണ്. സെന്റിമീറ്റർ, ഞാനിവിടെ എല്ലാം സെന്റിമീറ്ററിലാണ് എടുക്കുന്നത് കേട്ടോ. അഥവാ 30 എന്ന് ഞാൻ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. 30 സെന്റിമീറ്റർ ക്ലോത്ത് 2 കണ്ടോ, ഇൻറ്റു 2. കാരണം ഇവിടെ ഫോൾഡിങ് 2 ആണ്. നേരത്തെ നമ്മൾ 90 ഡിഗ്രിക്ക് എടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ 2 ഫോൾഡിങ് ഉണ്ടായിരുന്നില്ല, സിംഗിൾ ഫോൾഡിൽ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇവിടെ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഒരു പീസും വേണം, ഇപ്പുറത്തെ പീസും വേണം. ഇങ്ങനെ 2 പീസ് വേണ്ടത് കൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് 2 പീസ് ക്ലോത്ത് വേണം, അഥവാ 2 ഫോൾഡിങ്ങിൽ ഇട്ടിട്ട് വേണം തുണി കട്ട് ചെയ്യാനായിട്ട്. 180 ഡിഗ്രി കട്ട് ചെയ്യുമ്പോൾ തുണി 2 ഫോൾഡിൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. 30 × 2 വരുമ്പോൾ എത്ര വരും? 60 സെന്റിമീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ 180 ഡിഗ്രി സ്കേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. കറക്റ്റ് ആണോ മെഷർമെന്റ് നോക്കാം. നമ്മൾ ഇതും ഇവിടെയും കൺസിഡർ ചെയ്യുന്നത് 44 ഇഞ്ച് വീതി, അഥവാ ഇവിടെ ആകുമ്പോൾ 44 സെന്റിമീറ്റർ വീതി ഇൻറ്റു 60 സെന്റിമീറ്റർ ലെങ്ത്, വിഡ്ത്ത് 44, ലെങ്ത് 60. ഇഞ്ചാണ് മെഷർമെന്റ് എടുക്കുന്നത്. ബോഡി മെഷർമെന്റ് ഇഞ്ചാണെങ്കിൽ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ല സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്ററിൽ എടുത്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 60 സെന്റിമീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മെഷർമെന്റ് എല്ലാം സെന്റിമീറ്ററിൽ കണക്കാക്കി എനിക്ക് പറഞ്ഞ 180 ഡിഗ്രി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഫോർമുല പറയുന്നത്. കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കാം. ഇതാ
കണ്ടോ 60 ഇഞ്ചിന് എന്താ 61 എന്ന് പറഞ്ഞാൽ 61 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് ഇതാണ്. ജസ്റ്റ് നേരത്തെ പോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ലെങ്ത് വരുന്നത് 60 സെന്റിമീറ്റർ കേട്ടോ. ഇനി വിഡ്ത് നമുക്ക് നോക്കാം. തിരിച്ചു കാണിച്ചത് വിഡ്ത് 45 ആണ്. 44 45 ആണ് കേട്ടോ. 45 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വിഡ്ത് വശം. വിഡ്ത് 44. ഓക്കെ, ഇതിനൊരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ലെങ്ത് വശം നമ്മൾ 2 ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. ശ്രദ്ധിക്കാം, ലെങ്ത് വൈസ് ഇതിന് ഞാനൊന്ന് നെയിം ചെയ്യുന്നുണ്ട്. ബി സി ഡി. ഓക്കെ, അപ്പം ഇനി ഈ എ എടുത്ത് എ ബിനെ കൊണ്ടുവന്ന് സി ഡിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അതായത് ലെങ്ത് വൈസ് തുണി രണ്ടായിട്ട് മടക്കുക. ലെങ്ത് വൈസ് ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചു. ഇനി ചെയ്യേണ്ടത് നേരത്തെ പോലെ തന്നെ ഈ പറയുന്ന ഈ കോർണർ ഉണ്ടല്ലോ, എയും സിയും ചേരുന്ന ഈ കോർണർ, എ സി എന്ന് പറയുന്ന കോർണറിനെ എടുത്ത് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഈ കോർണർ അപ്പുറത്ത് കിടപ്പുണ്ട്, ഇതിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ നമുക്ക് പട്ടയും അതുപോലെ തന്നെ അതിൻ്റെ ഇതുപോലെ മടക്കി വെക്കാനൊക്കെ ഉള്ള നമ്മുടെ ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. ഇതാണ് സ്കേർട്ട് പോർഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് കാണുന്നത്. ഇതാ 2 ഓപ്പൺ സൈഡ് ഇവിടെ ഉണ്ട്, 2 ഓപ്പൺ സൈഡ് താഴെയുമുണ്ട്. ഓക്കെ, ഇനി വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഈ കൂർത്ത് നിൽക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുക. 180 ഡിഗ്രിയുടെ ഈ പറഞ്ഞ അതിൽ സാമ്പിൾ വെച്ച് നോക്കിയപ്പോൾ 6.37 ആണ് വേസ്റ്റ് അളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വേസ്റ്റ് റേഡിയസ് 6.37 ആണ്. അപ്പം നമുക്കത് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ കോർണറിൽ നിന്ന് 6.37 നീക്കി വെച്ച് പതിയെ 6.37 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്കേർട്ടിന്റെ ലെങ്ത് 21.5 ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ നിന്നും 21.5 മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന്, അതായത് വേസ്റ്റിൽ നിന്നാണ് നമ്മൾ 21.5 മാർക്ക് ചെയ്യുന്നത് കേട്ടോ. വേസ്റ്റിൽ നിന്ന് 21.5. കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കത് നമ്മുടെ പാറ്റേൺ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നിവർത്തി നോക്കാം. കണ്ടോ, ഇതിപ്പോൾ നിവർത്തിയപ്പോൾ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇതിനെ 180 ഡിഗ്രി സ്കേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, ഹാഫ് ആണ്. ഒരു സർക്കിളിനെ ഹാഫ് ചെയ്ത പോലെ ഇരിക്കുന്നില്ലേ. പിന്നെ നമുക്ക് ഇതിന്റെ വേസ്റ്റ് അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മളുടെ ഓക്കെ, നമുക്ക് 20 ആണല്ലോ നമ്മളുടെ മെഷർമെന്റ്. അപ്പോൾ ഇതാ വേസ്റ്റ് റൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 10.5 11 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേസ്റ്റ് അളവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ നമുക്ക് വേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടിന്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ഹാഫ് സർക്കിളും ഇതാ ഈ പറയുന്ന ഹാഫ് സർക്കിളും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് സർക്കിളിന്റെ മൊത്തം ഒരു ഇത് ഹാഫ് സർക്കിളിന്റെ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിന്റെ ബാലൻസ് ക്ലോത്ത് ആണ്. നമ്മൾ വീതി കൂടിയ തുണി വേണമെന്ന് പറയുന്നത് എന്നാൽ മാത്രമാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ എടുത്തതിന് ശേഷം ഈ തുണിയുടെ വീതി വശം എക്സസ് നിൽക്കുന്ന വീതി പോർഷനിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ബാൻഡൊക്കെ കട്ട് ചെയ്തെടുക്കുക.
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വീതി കൂടുതൽ ഇല്ല എങ്കിൽ നമുക്ക് ഒരുപക്ഷെ ബാൻഡ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൂടുതൽ തുണി എടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും അതുപോലെ സ്കേർട്ടിൻ്റെ ലെങ്ത്തിൽ നമുക്ക് ജോയിൻറ്റ് വരും. അങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് എപ്പോൾ വീതി കൂടി മിനിമം ഒരു 44 ഇഞ്ച് എങ്കിലും ഉള്ള ക്ലോത്ത് വേണം നമ്മൾ സർക്കിൾ സ്കേർട്ടിന് വേണ്ടി ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്രയും പോർഷനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 24 ഇഞ്ച് ലെങ്ത്തിലും ഒരു 3.5 ഇഞ്ച് വിഡ്ത്തിലും നമുക്കൊരു ബാൻഡ് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. 25 ഇഞ്ച് ലെങ്ത്ത്, 3.5 ഇഞ്ച് വിഡ്ത്ത്. ഈ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ബാൻഡ് വരുന്നത്. ബാൻഡിനെ നമ്മൾ രണ്ടായിട്ട് മടക്കുന്നു. സ്കേർട്ടിന്റെ ഈ ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് കേട്ടോ. എക്സസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്താൽ. ഇതാണ് നമ്മുടെ 180 ഡിഗ്രി സ്കേർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എന്താ പ്രൂവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ റേഡിയസ് കാൽക്കുലേഷൻ ഇവിടെ കറക്റ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത്തും ഫോർമുല കറക്റ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക് കാൽക്കുലേഷൻ മെത്തേഡും ഇതിൽ പക്കയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് നമ്മൾ ഈ പാറ്റേൺ വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പാറ്റേൺ കട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമുള്ള ഈ റിസൾട്ട് 1/40 എന്നുള്ള സ്റ്റെപ്പ് ഞാനിവിടെ ഫോളോ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് ആയതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത്. നമ്മൾ പക്ഷേ തുണി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുക മീറ്റർ കണക്കിനായിരിക്കും അല്ലേ. അപ്പോൾ മീറ്റർ കണക്കിന് എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിസൾട്ട് എന്ത് കിട്ടിയോ അതിനെ /40 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് എത്ര മീറ്റർ വേണമെന്ന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ 180 ഡിഗ്രിയുടെയും 90യുടെയും പാറ്റേൺ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും 270 ഡിഗ്രി, 360 ഡിഗ്രി, 720 ഡിഗ്രിയുടെ പാറ്റേൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് എല്ലാവരും 90 ഡിഗ്രിയുടെയും 180 ഡിഗ്രിയുടെയും എല്ലാവരും ചെയ്ത് പഠിക്കുക. എല്ലാവരും ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ലഭിക്കുന്നതായിരിക്കും. തൽക്കാലം വിടാം. ബൈ.